ഞാൻ തലശ്ശേരി നഗരസഭ മുൻ വൈസ് ചെയർമാൻ നജ്മ ഹാഷിം എന്നാണ് എൻ്റെ പേര്. ഞാൻ ഇപ്രാവശ്യം ഇലക്ഷന് മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയായിട്ട്. ഞാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ മൂപ്പർക്ക് എൻ്റെ ഭർത്താവാണ് VC ഹാഷിം, അവരുടെ ചെറിയൊരു നെഞ്ചിരിച്ചൽ പോലെ ഉണ്ടായി. അപ്പം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൽ ഇന്ത്യാനയുടെ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചിലേക്കാണ് പോയത്. അൽഹംദുലില്ലാ അവിടെ എത്തിയത് ഭാഗ്യമായെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഗ്യാസാ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വേറെന്തോ എന്നാണ് തോന്നിയത്. ബട്ട് അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് നമുക്ക് മനസ്സിലായത്. കാരണം മൂപ്പർക്ക് ഒരു മേജർ അറ്റാക്ക് തന്നെയായിരുന്നു വന്നത്. അത് അവിടെ ചെന്നപ്പം അവിടെ ECG നോക്കിയപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ തന്നെ ആ ECG തന്നെ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ നിങ്ങൾ വന്നത് നന്നായി എന്നുള്ളത്. അപ്പോൾ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഫിഗർ മനസ്സിലായി. അപ്പോൾ അന്നേരം തന്നെ അടുത്ത ഡോക്ടർ ഗണേഷ് ഡോക്ടർ പറഞ്ഞ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ച് ക്രിട്ടിക്കലാണ്, ഇങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ. ഞങ്ങൾ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്തോ, ആൻജിയോപ്ലാസ്റ്റി പെട്ടെന്ന് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് തന്നെ ഒക്കെ ചെയ്തു. അൽഹംദുലില്ലാ നല്ല ബെറ്ററായി വന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും നല്ല സുഖമായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ചെറിയ എന്തായാലും 5 ദിവസം ക്രിട്ടിക്കൽ പറഞ്ഞായിരുന്നു, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പോഴാണ് വിളിച്ച് പറയുന്നത് അവരുടെ ഹാർട്ടിന് ചുറ്റുമായിട്ടൊരു ഫ്ലൂയിഡ്, അതായത് ബ്ലഡിൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് മേ ബി ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫെസിലിറ്റീസ് ഉള്ള ഓരോ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഏതായാലും ഇന്ത്യാനയിൽ നിന്നാണല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യാന മംഗലാപുരം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അൽഹംദുലില്ലാ ഇവിടെ എത്തപ്പെട്ടത് ഭാഗ്യം. ഇവിടെ എത്തി യൂസുഫ് കുംബ്ലെ ഡോക്ടറായിരുന്നു മൂപ്പർ ട്രീറ്റ് ചെയ്തത്. അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും നല്ല ഒരു ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ഫെസിലിറ്റീസ് എല്ലാം വളരെ നല്ലത്. അപ്പോൾ ഞങ്ങളിപ്പം ഭയന്നിനായിരുന്നു ക്രിട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് അവരും ഒരു ബേജാറിലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. പക്ഷേ പടച്ചോൻ്റെ അനുഗ്രഹത്താൽ ആ മെഡിസിൻസും ഡോക്ടർ കറക്റ്റ് ടൈമിന് കറക്റ്റ് മെഡിസിൻസൊക്കെ നൽകിയത് കൊണ്ട് ആ ഫ്ലൂയിഡ് നിന്നു. ഇപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് നിന്നും എല്ലാം പഴയതുപോലെ തന്നെ പ്രഷർ ഷുഗർ എല്ലാം സാധാരണ നിലയിലേക്ക് അയക്കുകയാണ്. ചിലപ്പോൾ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയത് എൻ്റെ എന്താ പറയുക, പഠിച്ചവനെ എനിക്ക് കാണിച്ച വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചെയ്ത എന്തോ നല്ല പുണ്യം കൊണ്ടായിരിക്കാം ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ എന്താ പറയുക ഡോക്ടേഴ്സും നേഴ്സസും എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് മാത്രമല്ല റൂമിൽ വന്നപ്പോഴും നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല എല്ലാം കൊണ്ടും എന്താ പറയുക ക്യാൻറ്റീനായാലും ഫുഡ് കൊടുക്കുന്നതിലും പേഷ്യൻറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എല്ലാം നന്നായി ചെയ്തു. ഡോക്ടേഴ്സ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു. അപ്പോൾ തീർച്ചയായും ഇന്ത്യാന ഹോസ്പിറ്റൽ കാരണം ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മംഗലാപുരത്തെ ഏറ്റവും വിശ്വസ്തമായ ആശുപത്രി ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, പമ്പുവെൽ, മംഗലാപുരം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0824 2880 880.